നമസ്കാരം കേട്ടാ. FCRA നിയമം വന്നപ്പോൾ ഇവിടെ ചില ക്രിസ്തീയ മത മേലധ്യക്ഷന്മാർക്ക് കുരു പൊട്ടി തുടങ്ങി എന്ന് തന്നെ പറയാം. കാരണം വിദേശ ഫണ്ടുകൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ മത സംഘടനകൾക്കാണ്. അതായത് വിദേശത്ത് വരുന്ന ഫണ്ട് ഉപയോഗിച്ച് മതം മാറ്റം മുതൽ മത തീവ്രവാദത്തിന് വരെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിലെ ചില മത മേലധ്യക്ഷന്മാർ, അത് ക്രിസ്തീയ സഭകളിലായാലും ശരി, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ക്രിസ്തീയ സഭകളിലായാലും ശരി, മുസ്ലിം മത സംഘടനകളിലായാലും ശരി, ഹിന്ദുക്കളുടെ ചാരിറ്റി സംഘടന വഴികളായാലും ശരി, വരുന്ന പണം വകമാറ്റി ചിലവഴിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. ഇത്തരത്തിൽ വരുന്ന പണം കണക്ക് കാണിക്കപ്പെടേണ്ടത് തന്നെയാണ്. ആ കണക്ക് ഇവിടുത്തെ സഭാധ്യക്ഷന്മാരല്ല, ഏത് പൊന്നു തമ്പുരാനായിരുന്നാലും കണക്ക് കാണിച്ചിട്ട് പോയാൽ മതി. രാജീവ് ചന്ദ്രശേഖർജിയോട് പറയാനുള്ളത്, നമ്മുടെ രാഷ്ട്രമാണ് വലുത്, രാഷ്ട്രത്തിൻ്റെ സുരക്ഷയാണ് വലുത്. 4 വോട്ടിന് വേണ്ടി ഇവറ്റകളുടെ കാല് പിടിക്കാനും നക്കാനും ഒന്നും പോകേണ്ട ഒരു കാര്യവുമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ബോക്കോ ഹറാം എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുള്ള രാജ്യത്ത് BJP-ക്കാരുള്ളത് കൊണ്ടാണോ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നത്? സിറിയയിൽ BJP-ക്കാരുള്ളത് കൊണ്ടാണോ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നത്, കൊല ചെയ്യപ്പെടുന്നത്? മറ്റു രാജ്യങ്ങൾ എവിടെ എടുത്തു നോക്കൂ, തുർക്കി എന്നത് ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ്. അവിടെ ക്രിസ്ത്യാനികളുടെ പള്ളികൾ ഒന്നടങ്കം പിടിച്ചെടുത്ത് ആ പള്ളികൾ മുഴുവനും ഇസ്ലാമിക ലൈബ്രറികളും മദ്രസ പഠന കേന്ദ്രങ്ങളുമാക്കി മാറ്റിയത് അവിടെ BJP ഉള്ളത് കൊണ്ടാണോ? എന്നിട്ടും പഠിക്കാത്ത ഇവിടുത്തെ മതമേലധ്യക്ഷന്മാർക്ക് വേണ്ടിയിട്ട് ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ നിയമം ശക്തമായി നടപ്പിലാക്കുക തന്നെ വേണം. നമുക്ക് വലുത് നമ്മുടെ രാജ്യവും രാജ്യ സുരക്ഷയും മാത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.